പ്രിയപ്പെട്ടവർ, ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉള്ള ദൈവദാസന്മാർ അവരോടൊക്കെ ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദാസൻ സങ്കീർത്തനം വായിച്ച് ഒടുവിൽ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദിവസം സംസാരിച്ച ഒരു വിഷയമായിരുന്നു. അത് ദൈവദാസൻ എടുത്തു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ നിങ്ങളോടും ഒന്ന് ഓർപ്പിച്ചു വിടാൻ. ദൈവദാസൻ പറഞ്ഞതാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മളെല്ലാം സമാധാനം ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല പറഞ്ഞേക്കുന്നത്. നമ്മളൊക്കെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ആരോടും ഒരു കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരല്ല. സമാധാനം ഉണ്ടാക്കണം, പീസ് മേക്കേഴ്സ് എന്ന വല്ല ഒന്നും ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഇച്ചിരി എഫേർട്ടുണ്ട്, അല്ലേ? അതിൻ്റെ പുറകിൽ ഒരു ഇച്ചിരി അധ്വാനമുണ്ട്. അങ്ങനെയുള്ളവരാ ഭാഗ്യവാന്മാർ. ഒരുപാട് ഭാഗ്യവാന്മാരെക്കുറിച്ച് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം ഈ ഭാഗ്യവാന്മാരെക്കുറിച്ച് ദൈവം ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞേക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ലംഘനം ലഭിച്ചും പാപം മറച്ചും കിട്ടിയവർ, എളിയവനെ ആദരിക്കുന്നവർ, അങ്ങനെ ഒത്തിരി ഭാഗ്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ. അവിടെ പറഞ്ഞേക്കുന്നത് ഒന്ന്, നമ്മളിൽ തന്നെ സമാധാനം ഉണ്ടാവണം. ദൈവവുമായിട്ട് തന്നിൽ തന്നെ സമാധാനം ഉണ്ടാവണമെങ്കിൽ ദൈവവുമായിട്ട് സമാധാനം പ്രാപിപ്പാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ചവരാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ ദൈവിക സമാധാനം പ്രാപിക്കാൻ അത് വേണ്ടെന്ന് വെച്ചൊക്കെ ഒത്തിരി നാൾ നടന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഒരു ദിവസം ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ഉണ്ടാക്കാനായിട്ട് ദൈവവുമായി സമാധാനം ഉണ്ടാക്കാൻ, ഒരു കരാറുണ്ടാക്കാൻ, ഒരു ഉടമ്പടി ഉണ്ടാക്കാൻ എനിക്കും ദൈവം ഭാഗ്യം ചെയ്തു. ദൈവമായി സമാധാനം ഉണ്ടാക്കിയ എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊന്ന്, ദൈവവുമായിട്ട് മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നടത്തുന്നവരാണ്. അതിനായിട്ടാണ് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. സുവിശേഷത്തിന് സാക്ഷ്യം പറയാൻ, സാക്ഷ്യം പറയാൻ വയ്യാത്തടത്ത് സുവിശേഷമായി ജീവിപ്പാൻ. ഞങ്ങൾക്കൊരു മുൻപൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു, താൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളാണ് 5ാമത്തെ സുവിശേഷം. കാരണം നമ്മളെ ആൾക്കാർ വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ വായിക്കുമ്പം വേറെ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. ഈ ഓതറയുള്ളവർ ഒക്കെ നമ്മളെ വായിക്കുന്നുണ്ട്. ദൈവവുമായിട്ട് മറ്റുള്ളവരെ സമാധാനത്തിലേക്ക് നടത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. ഒന്നാമത്, മനുഷ്യരെ തമ്മിൽ സമാധാനം ഉണ്ടാക്കുന്നവരാകാനാണ്. അതിനും ഒരു എഫേർട്ട് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇതൊന്നും നമുക്ക് തന്നെ ഇതിനകത്ത് കാര്യം എന്ന് ചിന്തിച്ച് മാസ്റ്റർ പറഞ്ഞല്ലോ, പിച്ചി മാസ്റ്റർ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറി നിങ്ങൾക്ക് സമാധാനം ഒരു വാക്ക് മതി. ചില സമയത്ത് ഇതിന് തക്ക സമയത്തെ വാക്ക് വെള്ളിത്താളത്തിൽ നാരങ്ങ പോലെ പല വീടുകളിലും, പല ഇടങ്ങളിൽ, പല സഭകളിൽ, നമ്മുടെ സഭയിലെ സംഘടനകളിൽ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കാൻ ആ ഭാഗ്യാവസ്ഥയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ച്. അതിനൊക്കെയുള്ള ഭാഗ്യം ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ ഇടപാടുകളൊക്കെ ഇൻറ്റഗ്രിറ്റി, എൻ്റെ നിഷ്കളങ്കത നിമിത്തം നീ എന്നെ താങ്ങുന്നു. ഞാനിതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. ഇംഗ്ലീഷിൽ ഇൻറ്റഗ്രിറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വന്നത് സിൻസിയറിറ്റി എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ സിൻസിയറിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ടായത് സൈനെസെറ എന്ന് പറഞ്ഞ 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ അറബി നാടുകളിലൊക്കെ അല്ലെങ്കിൽ ആ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിലൊക്കെ ചില കടയുടെ മുന്നിൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെക്കുമായിരുന്നാണ് പറയുന്നത്, സൈനെസെറ. അവിടെയൊക്കെ ഈ പോർസലൈൻ്റെ കൊണ്ട് നല്ല ഫ്ലവർ വേസും അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. ചില കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പാത്രത്തിന് ഭയങ്കര വില.
അതേ പാത്രം വേറൊരു കടയിൽ ചെന്നാൽ ചിലപ്പം 50% ഡിസ്കൗണ്ടിന് കിട്ടും. പക്ഷേ ഇവിടെ വില കൂടുതൽ കൊടുക്കുന്നിടത്ത് അതിൻ്റെ കടയുടെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈനേസറ എന്ന് പറഞ്ഞാൽ ഈ നല്ല ഈ പോർസലൈൻ്റെ പാത്രമൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ ചില ക്രാക്കൊക്കെ വീഴും. ഈ ക്രാക്കൊക്കെ വീഴുന്നിടത്ത് നല്ല കൗശലമുള്ള കരവിരുതുള്ളവർ നല്ല മെഴുകൊക്കെ തേച്ച് കണ്ട പുത്തം പോലിരിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ ഈ മൺകലം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കൊട്ടി നോക്കത്തില്ലേ, മണി അടിക്കുന്ന പോലെ ശബ്ദം കേട്ടെങ്കിൽ അതൊരു കുഴപ്പമില്ല. അത് കേട്ടാൽ ശബ്ദം കേൾക്കത്തില്ല, അറിയത്തില്ലേ? അമ്മമാർക്കൊക്കെ അറിയാം കൊട്ടി നമ്മളെ പാത്രം എടുക്കുന്നത്. മൺകലം ഒന്നും ആരും ഇപ്പം ഉപയോഗിക്കുന്നത് കൊണ്ട് അറിയത്തില്ലായിരിക്കും. അതുപോലെ ഈ മായമില്ലാത്ത പാത്രത്തിൻ്റെ ആ കടയുടെ മുന്നിൽ എഴുതിയിട്ടുണ്ട് സൈനേസർ എന്ന് പറഞ്ഞാൽ ഒട്ടും മെഴുകില്ല. മെഴുകൊട്ടും അതിനകത്തൊന്നും ഈ സിൻസിയറിറ്റി എന്ന് പറഞ്ഞാൽ ഒട്ടും മെഴുകില്ല, ഒട്ടും മായമില്ല, ഒട്ടും കൂട്ടിച്ചേർന്നിട്ടില്ല, ക്ലിയറാ. അങ്ങനെ ഉള്ളവരായിരിക്കാനാ ആ നിഷ്കളങ്കത, ആ ഇൻറ്റഗ്രിറ്റി, ആ സിൻസിയറിറ്റി ഉള്ളവനെയാ ദാവീദ് കൊണ്ട് പറഞ്ഞു ദൈവം താങ്ങുന്നേ. സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും യാതൊരു മറ്റ് പരിഗണനകളുമില്ലാതെ യാതൊരു മായവും ചേർക്കാതെ നമ്മുടെ വാക്കുകൾ ഒന്നും ഇല്ല എന്നും ആയിരിക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇടപെടുന്ന ജീവിതങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാക്കുന്നവരായി, സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനം ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കുന്നവരായിരിക്കാൻ. അത് നമ്മുടെ വാക്കുകൾ പറയുമ്പം സകല ആത്മാർത്ഥതയോടും കൂടിയാണ് പറയുന്നതെന്ന് കേൾക്കുന്ന അപ്പുറത്തിരിക്കുന്ന ആളിനും ബോധ്യമുണ്ടായി അത് അംഗീകരിപ്പാൻ. നമ്മുടെ ക്രെഡിബിലിറ്റി പോലെ ഇരിക്കും നമ്മുടെ ആത്മാർത്ഥത പോലെ ഇരിക്കും നമ്മൾ ഒരിടത്ത് സമാധാനം ഉണ്ടാക്കാൻ ചെല്ലുമ്പം കാര്യങ്ങൾ സമാധാനമാകും അല്ലയോ എന്നുള്ളത്. ഇവനോട് ഇപ്പോൾ പറഞ്ഞു പോയിട്ട് അപ്പുറത്ത് ചെയ്യുന്ന രണ്ട് കൂട്ടി പറയുന്നവനാന്ന് മനസ്സിലുള്ളവരാണെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. നമ്മുടെ വാക്കുകൾ സൈനേസറ, മെഴുകില്ലാത്ത, വിളക്കി ചേർക്കാത്ത, തുന്നിച്ചേർക്കാത്തതാ ആയിരിക്കാൻ ദൈവം നമുക്കെല്ലാം കൃപ നൽകട്ടെ. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കാൻ ദൈവം നമ്മളെല്ലാവരും ഇവിടെയാക്കട്ടെ. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെയും എല്ലാ ആശംസകളും അവരെയും അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനോട് നിൽപ്പാൻ അടിയങ്ങളും ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.